ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാനലിൽ ഞാൻ ബേസിക് ഇംഗ്ലീഷിനെ കുറിച്ചും സിമ്പിളായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നും പറയുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് നൗ. സോ വലിച്ചു നീട്ടുന്നില്ല, പാഠത്തിലേക്ക് കടക്കുകയാണ്. വെൻ ഓട്ടം കെയിം, ഫായിസ് അഹമ്മദ് ഫായിസിൻ്റെ കവിതയാണ്. 1911 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു പാകിസ്ഥാനി പോയറ്റാണ്, ജേർണലിസ്റ്റും ആർമി ഓഫീസറും കൂടിയാണ്. 1962 ലെനിൻ പീസ് പ്രൈസും അതേപോലെ HRC പീസ് പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. 1984 അദ്ദേഹം മരണപ്പെട്ടത്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഓഥർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടെക്സ്റ്റ് ഓർ ദ പോം. ഈ പോയം എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ പോയമാണ്. ഇങ്ങനെ ഒരു പോയം എഴുതിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ, നമ്മുടെ പോയറ്റിനെ ഭരണാധികാരിയായിട്ടുള്ള സിയ ഉൽ ഹക്ക് ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും, അതായത് പാകിസ്ഥാനിൽ നിന്നും നാട് കടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം ആ കാലഘട്ടത്തിൽ എന്താണോ അവസ്ഥ അതിനെക്കുറിച്ച് അതിൻ്റെ കറക്റ്റ് പേരിൽ വിളിക്കാനുള്ള അവകാശം പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇല്ലായിരുന്നു. സമ്മറിയിലേക്ക് കടക്കാം. ഓട്ടം ഈ വിധത്തിലാണ് മരങ്ങളെ ബാധിക്കുന്നത്. അത് മരങ്ങളുടെ തൊലി ഉരച്ച് അവരുടെ ശരീരം നഗ്നമാക്കുന്നു. മരങ്ങളെ കുലുക്കി അവയിലെ മഞ്ഞ ഇലകളൊക്കെ നിലം മുഴുവനും വിതറുന്നു. നടക്കുന്നവൻ അവയുടെ പുറത്തു ചവിട്ടി അവയുടെ ഷേപ്പ് മാറ്റിക്കളയുന്നു. ഇതിനെതിരെയായി ആരും ഒന്നും ശബ്ദിക്കുന്നില്ല. പാട്ടുകൾ കൊണ്ടുവരുന്ന പക്ഷികളെ നാട് കടത്തിയിരിക്കുകയാണ്. അവയുടെ തൊണ്ടയിൽ നിന്നും ഓരോ സ്വരവും വലിച്ചു കീറി എറിയപ്പെടുന്നു. വേട്ടക്കാർ അവരുടെ വില്ലുകളിൽ നിന്നും അമ്പുകൾ എയ്യുന്നതിന് മുമ്പേ തന്നെ പക്ഷികൾ പൊടിയിലേക്ക് വീഴുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഗോഡ്സ് ഓഫ് മേ, ഞങ്ങളിൽ ദയയുണ്ടാകണേ. വീണു കിടക്കുന്ന ഈ ശരീരങ്ങളെ നിൻ്റെ സഹനവും അതേപോലെ ബ്ലസ്സും ചെയ്യണമേ. അവരുടെ നിർജീവമായ ഞരമ്പുകളിൽ കൂടി വീണ്ടും രക്തപ്രവാഹം ഉണ്ടാകണമേ എന്ന് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പാകിസ്ഥാനിലെ ഏകാധിപത്യ ഭരണം കാരണം അവർ എതിരാളികളെ സെൻസർഷിപ്പ് കൂടി വീർപ്പ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഭരണത്തിന്